AIMA News Weekly Roundup brought to you by Western Control Automation Private Limited. Western Group, India's leading industrial corporation, your dependable partner towards growth. Established in 2001, we are committed to quality, trust, and innovation. At Western, we constantly strive to upgrade our processes and services, incorporating international developments to offer world-class products. Our product range is versatile and robust, including cutting-edge electrical panels, industrial heavy electrical equipment, supermarket racking solutions, and manufacturing of stainless steel wall flanges, all designed with precision and quality. With 20 years of experience, Western's vision is to earn customer trust and delight, tirelessly serving consumers to the best of our abilities. നമസ്കാരം, എയിമ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദീപ്തി നായർ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പി.വി. സ്വാമി ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്. വ്യവസായ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് അവാർഡ്. വരുന്ന സെപ്റ്റംബർ 1 കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകും. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം ഇന്ത്യയിലെ 23ഓളം സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1 രാജസ്ഥാനിലായിരുന്നു ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിനോടകം 23 സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന ഈ പദ്ധതി ആഗസ്റ്റ് 23 എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗുജറാത്ത് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 18 വഡോദരയിൽ തുടക്കം കുറിച്ചു. തദ്ദേശവാസികളായ 400ഓളം പേർക്ക് ഭക്ഷണം നൽകിയായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആന്ധ്രാപ്രദേശ് ഘടകത്തിന്റെ നേതൃത്വത്തിലുള്ള വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി ഓഗസ്റ്റ് 18 വിശാഖപട്ടണത്തിൽ തുടക്കമായി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ചെന്നൈയിൽ ഓഗസ്റ്റ് 21 പ്രത്യേക ഭക്ഷണ വിതരണം നടന്നു. ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്ന അവശ്യ ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കായി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുൻപിലായിരുന്നു ഭക്ഷണ വിതരണം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അരുണാചൽ പ്രദേശ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 22 ഇറ്റാനഗർ ഡി സെക്ടർ UP സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി. വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ പഞ്ചാബ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലുധിയാന സിവിൽ ഹോസ്പിറ്റൽ പരിസരത്ത് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു. എയിമ തെലങ്കാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ വിതരണത്തോടൊപ്പം ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികൾക്ക് പേനയും പുസ്തകങ്ങളും പുതുവസ്ത്രങ്ങളും നൽകി വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി. എയിമയുടെ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിക്ക് ഒഡീഷയിൽ ഹൃദയസ്പർശിയായ തുടക്കം. ഭുവനേശ്വറിലും റൂർക്കേലയിലും ഭക്ഷണ വിതരണം നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹരിയാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല സമ്മേളനം ഓഗസ്റ്റ് 19 ഫരീദാബാദിൽ നടന്നു. ഉത്തരമേഖലക്കായുള്ള ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൺ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം. ഈ വർഷത്തെ മൾട്ടി ബില്യനെയർ ബിസിനസ് അച്ചീവർ അവാർഡിന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാനും ഗോകുലം FSC പ്രസിഡന്റുമായ ശ്രീ VC പ്രവീൺ അർഹനായി. വിവിധ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് ചെയർമാനായി ശ്രീ ബാബു പണിക്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. പുഴയോരത്ത് ഭക്ഷണം കഴിക്കാം, വയനാടിനെ തുണയ്ക്കാം പദ്ധതിയുമായി വടയാറിലെ പുഴയോരം ഫുഡ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗുജറാത്ത് ഘടകം ചെയർമാൻ VPK ഉണ്ണി മേനോന് മാനവതാ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ ശ്രേഷ്ഠ മാനവ പുരസ്കാരം. ഹൈദരാബാദ് സംഘടിപ്പിക്കുന്ന സാഹിത്യ മത്സരങ്ങളിലേക്ക് ആഗോളാടിസ്ഥാനത്തിൽ കൃതികൾ ക്ഷണിക്കുന്നു. മലയാളം ചെറുകഥ, കവിത വിഭാഗങ്ങളിലാണ് മത്സരം. എയിമ ഗോവയുടെ ആഭിമുഖ്യത്തിൽ രക്ഷാബന്ധൻ ആഘോഷം. തിരുവനന്തപുരത്തു നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി എയിമ ആന്ധ്രാപ്രദേശ് ദ്രുതകർമ്മ വിഭാഗം. ഓസ്ട്രിയയിലേക്ക് നോർക്ക വഴി നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് ധാരണയായി. ഒക്ടോബർ 5, 6 തീയതികളിൽ കൊൽക്കത്തയിൽ 10 സംസ്ഥാന യൂണിറ്റുകളുടെ ഈസ്റ്റേൺ റീജിയൻ മീറ്റിംഗ് നടത്തും. നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ കാവാലം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റേൺ റീജിയൻ സംസ്ഥാന യൂണിറ്റുകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ
ഐമയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകും. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ QR ടീം ശക്തമാക്കാൻ നടപടികളുമായി ദേശീയ QRT സെക്രട്ടറി അലക്സ് പി. സുനിൽ. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ PV സ്വാമി ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്. വ്യവസായ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് അവാർഡ്. വരുന്ന സെപ്റ്റംബർ 1 കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ വെച്ച് അവാർഡ് നൽകും. KTC ഗ്രൂപ്പ് സ്ഥാപകനും കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന ശ്രീ PV സ്വാമിയുടെ സ്മരണാർത്ഥം ഒരുക്കിയ PV സ്വാമി പുരസ്കാരം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ ശ്രീ ഗോകുലം ഗോപാലന്. വ്യാവസായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം എന്ന് PV സ്വാമി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ PV ചന്ദ്രൻ പ്രസ്താവിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ ശ്രേയാംസ് കുമാർ, പ്രശസ്ത സിനിമ സംവിധായകൻ സത്യൻ അന്തിക്കാട്, ഡോക്ടർ CK രാമചന്ദ്രൻ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയി ജീവിതമാരംഭിച്ച ശ്രീ ഗോകുലം ഗോപാലൻ ഏറെ കഠിനാധ്വാനത്തിലൂടെയാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പടുത്തുയർത്തിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദം, അതിഥി സൽക്കാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വന്തം സാന്നിധ്യം ഉറപ്പിച്ച ഗോകുലം ഗ്രൂപ്പ് ഇന്ന് കേരളത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നാണ്. വരുന്ന സെപ്റ്റംബർ 1 കോഴിക്കോട് സെന്റിനറി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് ഗോവ ഗവർണർ ശ്രീ P. ശ്രീധരൻപിള്ള അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിക്കും. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം ഇന്ത്യയിലെ 23ഓളം സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1 രാജസ്ഥാനിലായിരുന്നു ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇതിനോടകം 23 സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്ന ഈ പദ്ധതി ആഗസ്റ്റ് 23 എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ശ്രീ ഗോകുലം ഗോപാലന്റെ സ്വപ്ന പദ്ധതിയായ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി 23 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 1 രാജസ്ഥാനിലായിരുന്നു പദ്ധതിയുടെ തുടക്കം. അവശരും ദരിദ്രരുമായവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ തങ്ങളാൽ കഴിയുന്നത് ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാമൂഹ്യക്ഷേമം എന്ന ഈമയുടെ ലക്ഷ്യത്തിനെ അടിവരയിടുന്ന പദ്ധതി വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കുന്നത്. ഇതിനോടകം 23 സംസ്ഥാനങ്ങളിൽ ഏറ്റവുമധികം സഹായം ആവശ്യമുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെയുള്ള ദരിദ്ര കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ ചെയ്യുന്നത്. പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരുടെയും എയിമ അംഗങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെയായിരിക്കും ഇത് നടപ്പിലാക്കുക. ഇതിനോടകം 23 സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി ആഗസ്റ്റ് 25 എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ വരും. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയ കളർ അവർ നേഷൻ എന്ന പ്രോഗ്രാം അതിഗംഭീരമായി എല്ലാ സ്റ്റേറ്റും വിജയിപ്പിച്ചു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ സംഘാടകർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ. അതുപോലെ നമ്മൾ നടത്തിവരുന്ന നമ്മുടെ ദേശീയ അധ്യക്ഷനായ ഗോകുലം ഗോപാലൻ അവരുടെ ഡ്രീം പ്രൊജക്റ്റായ ഫുഡ് ഫോർ നീഡി എന്ന ഈ പ്രൊജക്റ്റ് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം, അത് നടത്താൻ അതിൻ്റെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച നമ്മുടെ ജനറൽ സെക്രട്ടറി KR മനോജ് സാറിൻ്റെയും അദ്ദേഹം തന്ന നിർദ്ദേശമനുസരിച്ച് എല്ലാ സ്റ്റേറ്റിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്ന ചുമതലയാണ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് എല്ലാ സ്റ്റേറ്റും അത് ഗംഭീരമായി നടത്തി വരുന്നു. വളരെ വളരെ സന്തോഷം തോന്നുന്ന ദിവസങ്ങളാണ്. കാരണം എല്ലാ സ്റ്റേറ്റ് പ്രവർത്തകരും സ്റ്റേറ്റ് നമ്മുടെ ഭാരവാഹികളും ഈ ഒരു പ്രൊജക്റ്റിനോട് കൂടെ നിന്ന് അതിനെ വിജയിപ്പിക്കാൻ കാട്ടിയ ആ മനസ്സിനെ നമിക്കുന്നു. നമസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗുജറാത്ത് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 18 വഡോദരയിൽ തുടക്കം കുറിച്ചു. തദ്ദേശവാസികളായ 400ഓളം പേർക്ക് ഭക്ഷണം നൽകിയായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗുജറാത്ത് ഘടകം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 18 വഡോദരയിലെ ഫത്തേഗഞ്ചിലുള്ള IOC പെട്രോൾ പമ്പിന് മുന്നിൽ ഭക്ഷണ വിതരണം നടത്തി. തദ്ദേശവാസികളായ 400ഓളം പേർക്കാണ് എയിമ പ്രവർത്തകർ ഭക്ഷണം വിതരണം ചെയ്തത്. ഭക്ഷണം പോഷകസമൃദ്ധമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി എയിമ പ്രവർത്തകർ തന്നെയായിരുന്നു ഭക്ഷണം പാചകം ചെയ്തതും വിതരണം ചെയ്തതും. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആന്ധ്രാപ്രദേശ് ഘടകത്തിന്റെ നേതൃത്വത്തിലുള്ള വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി ഓഗസ്റ്റ് 18 വിശാഖപട്ടണത്തിൽ തുടക്കമായി. എയിമ ആന്ധ്രാപ്രദേശ് ഘടകത്തിന്റെ നേതൃത്വത്തിൽ വിശാഖപട്ടണം ഗാജുവാക്കയിലെ കേശയ ചിൽഡ്രൻസ് ഹോമിലായിരുന്നു ഭക്ഷണ വിതരണം നടന്നത്. ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികൾക്കും ജീവനക്കാർക്കും ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തു. എയിമ ആന്ധ്രാ ഘടകം പ്രസിഡന്റ് ശ്രീ NM പിള്ള,
ട്രഷറർ ശ്രീ പ്രിൻസ് ചെറിയാൻ, വിമൻസ് വിംഗ് കൺവീനർ ശ്രീമതി ഷൈനി വർഗീസ് എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. എയിമയുടെ സജീവ പ്രവർത്തകരായ ശ്രീ പ്രസന്നകുമാർ, ശ്രീ എം പി കുര്യാക്കോസ്, ശ്രീ ഗണേശൻ, ശ്രീ കെ പി വർഗീസ്, ശ്രീ സെബാസ്റ്റ്യൻ എന്നിവരും അത്യാവസാനം ഈ പദ്ധതി വിജയമാക്കുന്നതിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ചെന്നൈയിൽ ഓഗസ്റ്റ് 21 പ്രത്യേക ഭക്ഷണ വിതരണം നടന്നു. ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്ന അവശ്യ ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കായി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുൻപിലായിരുന്നു ഭക്ഷണ വിതരണം. എയിമ തമിഴ്നാട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെന്നൈയിലെ സർക്കാർ ആശുപത്രിക്ക് മുൻപിലായിരുന്നു ഭക്ഷണ വിതരണം നടന്നത്. ഓഗസ്റ്റ് 21 വിശക്കുന്നവർ ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണ വിതരണം നടത്തിയത്. എയിമ തമിഴ്നാട് ഘടകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യ ഭക്ഷണപ്പൊതി നൽകി അദ്ദേഹം തന്നെയായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സെക്രട്ടറി രാജൻ സാമുവൽ, ട്രഷറർ ടി മാധവൻ, സക്കറിയ ചെറിയാൻ, വൈസ് ചെയർമാൻ ഷിബു ജോസഫ്, പ്രോജക്ട് ചെയർമാൻ സജി വർഗീസ്, വൈസ് പ്രസിഡന്റ് കെ എൻ അശോകകുമാർ, ഉണ്ണികൃഷ്ണൻ പുറമേരി, പ്രമോദ്, സാജി പാപ്പച്ചൻ, വൈസ് പ്രസിഡന്റ് ഗീതപിള്ള, വിമൻസ് വിംഗ് കൺവീനർ ലത കൃഷ്ണകുമാർ, അംഗങ്ങളായ ശ്രീ ബാലകൃഷ്ണൻ, ജോസ് ഡാനിയൽ, ഷെർലി ബിജു, ഷീജ മനോജ്, സിന്ധു രമേശ് എന്നിവരും പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. കാൻസർ രോഗികൾ ഉൾപ്പെടെ 600-ൽ-അധികം പേർക്കാണ് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തത്. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അരുണാചൽ പ്രദേശ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 22 ഇറ്റാനഗർ ഡി സെക്ടർ UP സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അരുണാചൽ പ്രദേശ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി ഓഗസ്റ്റ് 22 ഇറ്റാനഗർ ഡി സെക്ടർ UP സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി. ഏതാണ്ട് 250ഓളം സ്കൂൾ കുട്ടികൾക്കാണ് ഭക്ഷണം നൽകിയത്. എയിമ അരുണാചൽ പ്രദേശ് ഘടകം സെക്രട്ടറി ശ്രീ ഹരീഷ് AR ആണ് ഭക്ഷണം സ്പോൺസർ ചെയ്തത്. പ്രസിഡന്റ് ശ്രീ പ്രവീൺ ജി പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ പഞ്ചാബ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലുധിയാന സിവിൽ ഹോസ്പിറ്റൽ പരിസരത്ത് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. ദേശവ്യാപകമായി നടത്തുന്ന വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ പഞ്ചാബ് ഘടകം ലുധിയാനയിലെ സിവിൽ ഹോസ്പിറ്റൽ പ്രദേശത്ത് ഭക്ഷണം വിതരണം ചെയ്തു. ഏറ്റവും അവശേനുഭവിക്കുന്ന 100ഓളം പേർക്കായിരുന്നു ഇവിടെ ഭക്ഷണം നൽകിയത്. എയിമ പഞ്ചാബ് ഘടകം പ്രസിഡന്റ് ശ്രീ സോമൻ ബാബു, ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീജിത്ത് KV, എയിമ QRT നാഷണൽ സെക്രട്ടറി ശ്രീ അലക്സ് പി സുനിൽ, NGC അംഗം ശ്രീ ബാബു പിള്ള, വിമൻസ് വിംഗ് കൺവീനർ ശ്രീമതി സ്മിത സുനിൽ, ട്രഷറർ ശ്രീ വർഗീസ് വെള്ളായിൽ എന്നിവർക്കൊപ്പം എയിമ അംഗങ്ങളായ ശ്രീ സുരേഷ് കുമാർ, ശ്രീ ജയകുമാർ, ശ്രീ പരമേശ്വരൻ എന്നിവരും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. എല്ലാ മാസവും ഇത്തരത്തിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുമെന്ന് എയിമ പഞ്ചാബ് ഘടകം അറിയിച്ചു. എയിമ തെലങ്കാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ വിതരണത്തോടൊപ്പം ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസികൾക്ക് പേനയും പുസ്തകങ്ങളും പുതുവസ്ത്രങ്ങളും നൽകി വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതി. വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ തെലങ്കാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ താരാമതിപ്പേട്ട് ഗ്രാമത്തിലെ ഇമ്മാനുവൽ ചിൽഡ്രൻ ഹോമിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണം നടത്തി. സ്വാദിഷ്ടമായ അത്താഴവിരുന്നിനു പുറമെ പേന, പുസ്തകങ്ങൾ, പുതുവസ്ത്രങ്ങൾ എന്നിവയും ഹോം അന്തേവാസികളായ കുട്ടികൾക്ക് നൽകി. എയിമ തെലങ്കാന ഘടകം പ്രസിഡന്റ് PVK രാമൻ, സെക്രട്ടറി VAK ഉണ്ണിമേനോൻ, തെലങ്കാനയിൽ നിന്നുള്ള NGC അംഗം BCR നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. എയിമ തെലങ്കാന ട്രഷറർ TV വർഗീസ്, യൂത്ത് വിംഗ് കൺവീനർ വിഘ്നേഷ് വിശാലൻ, വനിതാ വിംഗ് കൺവീനർ ശ്രീമതി രജിത പത്മനാഭൻ, വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി മുരളി, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സിനീബ വിനോദ് എന്നിവർക്കൊപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. എയിമയുടെ വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിക്ക് ഒഡീഷയിൽ ഹൃദയസ്പർശിയായ തുടക്കം. ഭുവനേശ്വറിലും റൂർക്കേലയിലും ഭക്ഷണ വിതരണം നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ രാജ്യവ്യാപകമായി നടത്തുന്ന വിശക്കുന്നവർക്ക് ഭക്ഷണം പദ്ധതിയുടെ ഭാഗമായി എയിമ ഒഡീഷ ഘടകം ഭുവനേശ്വറിലും റൂർക്കേലയിലും ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ചേരി പ്രദേശത്ത് നടന്ന ഭക്ഷണ വിതരണത്തിന് എയിമ ഒഡീഷ ഘടകം പ്രസിഡന്റ് ശ്രീ M ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി ശ്രീ V ഗണേശകുമാർ എന്നിവർ നേതൃത്വം നൽകി. ജോയിന്റ് സെക്രട്ടറി ശ്രീ ടെൻസൺ തോമസ്, ട്രഷറർ ശ്രീ സന്തോഷകുമാർ, ജോയിന്റ് ട്രഷറർ ശ്രീ K വേണുഗോപാൽ, ശ്രീ BL ബാലചന്ദ്രൻ, യൂത്ത് വിംഗ് കൺവീനർ, ജില്ലാ കോർഡിനേറ്റർ ശ്രീ CC സോണി, ഒഡീഷയിൽ നിന്നുള്ള NGC അംഗം ശ്രീ K മോഹനൻ എന്നിവർ പങ്കെടുത്തു. ശ്രീ ജോൺ അമ്പൂക്കൻ, ശ്രീ റോഹൻ, ശ്രീമതി സുഷിന രാജേഷ്, ശ്രീമതി റെനിജി നായർ, ശ്രീമതി സുപ്രിയ രാജീവ് എന്നിവരുടെ പങ്കാളിത്തവും എടുത്തു പറയേണ്ടതാണ്. ഒഡീഷയിൽ റൂർക്കേലയിലെ ഭക്ഷണ വിതരണം വൈസ് പ്രസിഡന്റ് ശ്രീ ബിജേഷ് നായരുടെ നേതൃത്വത്തിലായിരുന്നു. രാധാകൃഷ്ണ ദൃഷ്ടിഹീന വിദ്യാലയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ KV ജെയിംസ്, ജില്ലാ കോർഡിനേറ്റർ മിസ് ഗ്രേസി ഡേവിഡ്, ശ്രീ അനിൽകുമാർ, ശ്രീ സുമിത് എന്നിവർക്കൊപ്പം പ്രദേശത്തെ നിരവധി സന്നദ്ധ സേവാ പ്രവർത്തകരും പങ്കെടുത്തു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹരിയാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല സമ്മേളനം ഓഗസ്റ്റ് 19 ഫരീദാബാദിൽ നടന്നു. ഉത്തരമേഖലക്കായുള്ള ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൺ ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഹരിയാന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മേഖലാ യോഗം ഓഗസ്റ്റ് 19 ഫരീദാബാദിലെ ഹോട്ടൽ ലാവിദിൽ വെച്ച് നടന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഉത്തരമേഖല വൈസ് പ്രസിഡന്റ് ശ്രീ ജേസൺ ജോസഫിന്റെ 90 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായിരുന്നു ഈ യോഗം.
ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ്, അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ ജയരാജ് നായർ, എയ്മ ഹരിയാന ഘടകം ചെയർമാൻ PR നാഥ്, പ്രസിഡന്റ് ശ്രീ മോഹൻ K. നായർ, സെക്രട്ടറി ശ്രീ തമ്പി ജോർജ്, വിമൻസ് വിംഗ് കൺവീനർ ശ്രീമതി തുളസി നായർ എന്നിവർക്കൊപ്പം എയ്മ ഹരിയാന ഘടകം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിമൻസ് വിംഗ്, യൂത്ത് വിംഗ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ യോഗത്തിൽ സംഘടനയുടെ ഭാവി പരിപാടികളും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും വിശദമായി ചർച്ച ചെയ്തു. അടുത്ത 3 മാസത്തിനുള്ളിൽ ഉത്തരമേഖലയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെയും സഹായ സഹകരണങ്ങൾ നൽകേണ്ടതിന്റെയും ആവശ്യകത ശ്രീ ജെയ്സൺ ജോസഫ് ഊന്നിപ്പറഞ്ഞു. ഈ വർഷത്തെ മൾട്ടി ബില്യനെയർ ബിസിനസ് അച്ചീവർ അവാർഡിന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാനും ഗോകുലം FSC പ്രസിഡന്റുമായ ശ്രീ VC പ്രവീൺ അർഹനായി. വിവിധ മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വൈസ് ചെയർമാൻ ശ്രീ VC പ്രവീൺ 16ാമത് മൾട്ടി ബില്യനെയർ ബിസിനസ് അച്ചീവർ പുരസ്കാരത്തിന് അർഹനായി. ഗോകുലം FSC മേധാവി കൂടിയാണ് അദ്ദേഹം. റിയൽ എസ്റ്റേറ്റ്, ഹെൽത്ത് കെയർ, ഫിനാൻസ്, എന്റർടൈൻമെന്റ് മേഖലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായി ഗോകുലം FSCയെ വളർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കും എടുത്തു പറയേണ്ടതാണ്. എയ്മ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹം. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് ചെയർമാനായി ശ്രീ ബാബു പണിക്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ചെയർമാൻ ശ്രീ ബാബു പണിക്കർ ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അമ്പലപ്പുഴ സ്വദേശിയായ ബാബു ഗതാഗത വിനോദസഞ്ചാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ ഏറെയായി ഡൽഹിയിലെ പണിക്കേഴ്സ് ട്രാവൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രശസ്ത സ്ഥാപനം നടത്തുന്ന അദ്ദേഹം ഡൽഹിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യം കൂടിയാണ്. ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ്, ഡൽഹി നായർ സർവീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ്, ഡൽഹി ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളി പ്രസിഡന്റ്, GLT സരസ്വതി ബാൽ മന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രസിഡന്റ്, ഡൽഹി ബാലഗോകുലം രക്ഷാധികാരി, ഡൽഹി മലയാളി അസോസിയേഷൻ ഉപദേശക സമിതി അംഗം എന്നീ ചുമതലകളും അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച ആഭ്യന്തര ടൂർ ഓപ്പറേറ്റർക്കുള്ള ദേശീയ ടൂറിസം അവാർഡ്, മികച്ച സംരംഭകനുള്ള സിൽവർ ജൂബിലി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. മുൻവർഷങ്ങളിലേതുപോലെ സ്വാതന്ത്ര്യദിന തലേന്ന് നന്ദേസരി വിദ്യാലയയിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് ശ്രീ മോഹൻ ബി നായർ ക്യാഷ് അവാർഡുകൾ നൽകി. എയ്മ അച്ചടക്ക സമിതി ചെയർമാൻ ശ്രീ മോഹൻ ബി നായർ സ്പോൺസർ ചെയ്ത അവാർഡുകൾ 10-12 ക്ലാസുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കാണ് നൽകിയത്. പുഴയോരത്ത് ഭക്ഷണം കഴിക്കാം, വയനാടിനെ തുണയ്ക്കാം പദ്ധതിയുമായി വടയാറിലെ പുഴയോരം ഫുഡ് ലോകമെമ്പാടുമുള്ള മലയാളികളെ നടുക്കിയ വയനാട് ദുരന്തത്തിലെ ദുരിതബാധിതർക്കായി പല കോണുകളിൽ നിന്നും സഹായമെത്തുമ്പോൾ തീർത്തും വ്യത്യസ്തമായ സമീപനം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് തലയോലപ്പറമ്പ് വൈക്കം റോഡിൽ വടയാറിലെ പുഴയോരം ഫുഡ്. ഓഗസ്റ്റ് 23 വരെ ഇവിടെ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിലയായി ലഭിക്കുന്ന തുക മുഴുവൻ വയനാടിന്റെ കണ്ണീരുപ്പാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ഹോട്ടലുടമ VK മുരളീധരൻ. പുഴയോരത്ത് ഭക്ഷണം കഴിക്കാം, വയനാടിനെ തുണയ്ക്കാം എന്ന ഈ മുദ്രാവാക്യം ഇതിനോടകം തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മുംബൈ ആസ്ഥാനമായ VKM ഗ്രൂപ്പ് MD മുരളീധരൻ ലോക കേരള സഭാംഗം കൂടിയാണ്. 2018 പ്രളയകാലത്ത് തന്റെ ജന്മനാടായ മറവൻ തുരുത്ത് പഞ്ചായത്തിൽ അദ്ദേഹം 15 ലക്ഷം രൂപയുടെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തിരുന്നു. അതിനു പുറമെ അതിജീവനം പദ്ധതി എന്ന പേരിൽ മറവൻ തുരുത്ത് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇപ്പോഴും പെൻഷൻ നൽകി വരുന്നു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗുജറാത്ത് ഘടകം ചെയർമാൻ VPK ഉണ്ണിമേനോന് മാനവതാ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ ശ്രേഷ്ഠ മാനവ പുരസ്കാരം. കച്ച് മലയാളി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഗുജറാത്ത് ചാപ്റ്റർ ചെയർമാനുമായ ശ്രീ VPK ഉണ്ണിമേനോൻ മാനവതാ ഗ്രൂപ്പ് ഏർപ്പെടുത്തിയ ശ്രേഷ്ഠ മാനവ പുരസ്കാരത്തിന് അർഹനായി. വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി, സാമൂഹിക സേവനം, സാഹിത്യം, കല എന്നീ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച 11 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഹൈദരാബാദ് സംഘടിപ്പിക്കുന്ന സാഹിത്യ മത്സരങ്ങളിലേക്ക് ആഗോളാടിസ്ഥാനത്തിൽ കൃതികൾ ക്ഷണിക്കുന്നു. മലയാളം, ചെറുകഥ, കവിത വിഭാഗങ്ങളിലാണ് മത്സരം. ഹൈദരാബാദിലെ മലയാളി സാഹിത്യ കൂട്ടായ്മയായ ഹൈദരാബാദിന്റെ 4ാമത് ഗോൾഡൻ ക്യാറ്റ് പുരസ്കാരത്തിന് കൃതികൾ ക്ഷണിച്ചു. മലയാളം, ചെറുകഥ, കവിത വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുക. മറ്റെങ്ങും പ്രസിദ്ധീകരിക്കാത്ത കൃതികളാണ് അയക്കേണ്ടത്. ഇരുവിഭാഗങ്ങളിലും 25,000 രൂപ ക്യാഷ് അവാർഡും പ്രശസ്ത സിനിമ കലാ സംവിധായകൻ രാജീവ് നായർ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. താൽപ്പര്യമുള്ളവർക്ക് മറ്റു വിശദാംശങ്ങൾക്കായി 9912963570 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എയ്മ ഗോവയുടെ ആഭിമുഖ്യത്തിൽ രക്ഷാബന്ധൻ ആഘോഷം. എയ്മ ഗോവയുടെ ആഭിമുഖ്യത്തിൽ സാഹോദര്യത്തിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന രക്ഷാബന്ധൻ വിപുലമായി ആഘോഷിച്ചു. ബിർള മന്ദിരത്തിലായിരുന്നു ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. എയ്മ ഗോവ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്.
തിരുവനന്തപുരത്തു നിന്നും കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തി എയിമ ആന്ധ്രാപ്രദേശ് ദ്രുതകർമ്മ വിഭാഗം. തിരുവനന്തപുരത്തു നിന്നും കാണാതായ 13-കാരിയെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആന്ധ്രാപ്രദേശ് ഘടകത്തിന്റെ ദ്രുതകർമ്മ വിഭാഗം. മാതാപിതാക്കളുമായി വഴക്കിട്ട് വീടുവിട്ടിറങ്ങിയ തസ്മീദ് തംസും എന്ന ആസാം സ്വദേശിനിയുടെ തിരോധാനം വാർത്തയായതോടെ വിപുലമായ തിരച്ചിലായിരുന്നു നടത്തിയത്. താമ്പരം എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ എയിമ ദ്രുതകർമ്മ വിഭാഗത്തിന്റെയും മറ്റു മലയാളി അസോസിയേഷൻ അംഗങ്ങളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടായത്. തുടർന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. ശ്രീ സുനിൽകുമാറിന്റെ സഹായത്തോടെ ശ്രീ എൻ എം പിള്ളയുടെ നേതൃത്വത്തിലുള്ള എയിമ ആന്ധ്രാപ്രദേശ് ടീം കുട്ടിയെ കണ്ടെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ARG ഉണ്ണിത്താൻ, കെ ഹരിദാസ്, കെ ഗണേശൻ, ശ്രീനിവാസൻ, ഷാജി, ഫെബിൻ, മസൂദ് എന്നിവരുടെ സഹായവും ഇക്കാര്യത്തിൽ എടുത്തുപറയേണ്ടതാണ്. എയിമ ആന്ധ്രാപ്രദേശ് ദ്രുതകർമ്മ വിഭാഗം ഇതിനുമുൻപ് പല അടിയന്തര ഘട്ടങ്ങളിലും പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുണ്ട്. വിശാഖപട്ടണം മലയാളി അസോസിയേഷന്റെ പിന്തുണയും ഇക്കാര്യത്തിൽ നിർണായകമായി. ഓസ്ട്രിയയിലേക്ക് നോർക്ക വഴി നഴ്സിംഗ് റിക്രൂട്ട്മെന്റിന് ധാരണയായി. കേരളത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യമായ ഓസ്ട്രിയയിലേക്ക് നോർക്ക മുഖേന നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പൈലറ്റ് പ്രോജക്ട് ആരംഭിക്കാൻ ധാരണയായി. ഓസ്ട്രിയൻ ട്രേഡ് കമ്മീഷണർ ആൻഡ് കൊമേഴ്സ്യൽ കൗൺസിലർ ഹാൻസ് ജോർഗ് ഹോർട്ട്നാഗലിന്റെ നേതൃത്വത്തിലെത്തിയ പ്രതിനിധി സംഘവുമായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ധാരണയായത്. പ്രതിവർഷം 7,000 മുതൽ 9,000 നഴ്സിംഗ് പ്രൊഫഷണലുകൾക്കാണ് നിലവിൽ ഓസ്ട്രിയയിൽ അവസരമുള്ളത്. കെയർ ഹോം, ഹോസ്പിറ്റലുകൾ, വയോജന പരിപാലനത്തിനായുള്ള പ്രൈവറ്റ് ഹോം എന്നിങ്ങനെയാണ് അവസരങ്ങളെന്ന് ഹാൻസ് ജോർഗ് ഹോർട്ട്നാഗൽ വ്യക്തമാക്കി. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാര് മികച്ച നൈപുണ്യ മികവുള്ളവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റായ ട്രിപ്പിൾ വിൻ മാതൃകയിൽ ഓസ്ട്രിയയിലേക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതകൾ പരിശോധിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ അജിത് കോളശ്ശേരി പറഞ്ഞു. തൈക്കാട് നോർക്ക സെന്ററിൽ നടന്ന കൂടിക്കാഴ്ചയിൽ തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നും അസോസിയേറ്റ് പ്രൊഫസർമാരായ റീനായ തങ്കരാജ്, ശോഭ PS, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ഡയറക്ടർ ആശ S. കുമാർ, നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് മാനേജർ പ്രകാശ് P. ജോസഫ്, ഹോം ഒതന്റിക്കേഷൻ ഓഫീസർ സുഷമാബായി, മറ്റു റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു. ഒക്ടോബർ 5, 6 തീയതികളിൽ കൊൽക്കത്തയിൽ 10 സംസ്ഥാന യൂണിറ്റുകളുടെ ഈസ്റ്റേൺ റീജിയൻ മീറ്റിംഗ് നടത്തും. നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ കാവാലം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റേൺ റീജിയൻ സംസ്ഥാന യൂണിറ്റുകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ ഐമയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും അംഗസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകും. നമസ്കാരം. ഈസ്റ്റേൺ റീജിയൻ്റെ ഒരു മീറ്റ് ഒക്ടോബർ 5, 6 തീയതികളിൽ കൽക്കട്ടയിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് യൂണിറ്റ് 5-ാം തീയതി വൈകിട്ട് സരസ്വതിൽ വെച്ച് വമ്പിച്ചൊരു പരിപാടിയും കലാപരിപാടിയും നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ലീഡേഴ്സ് ഗോപാലട്ടൻ, ശ്രീ ബാബു പണിക്കർ, ശ്രീ KR മനോജ്, ശ്രീ വിനോദ് ദിവാകരൻ, ശ്രീ ജയരാജ് നായർ, അതുപോലെ തന്നെ ഈസ്റ്റേൺ റീജിയനിലുള്ള മറ്റ് നാഷണൽ ലീഡേഴ്സ് എല്ലാവരെയും ഈ പരിപാടിയിലിട്ട് ക്ഷണിക്കുകയാണ്. ഈസ്റ്റേൺ റീജിയനിലെ 10 സ്റ്റേറ്റ്സാണുള്ളത്. 10 സ്റ്റേറ്റിൽ നിന്ന് 5 പേര് വെച്ചിട്ടുള്ള ഡെലിഗേറ്റ്സ് ആയിരിക്കും ഇവിടെ ഡെലിബറേഷനിൽ പങ്കെടുക്കുക. എയിമയുടെ ആക്ടിവിറ്റീസ് ഈസ്റ്റേൺ റീജിയനിൽ എങ്ങനെ കൂടുതൽ വിപുലമാക്കാൻ പറ്റും, കൂടുതൽ ഏരിയകളിലോട്ട് എയിമയ്ക്ക് എങ്ങനെ കടക്കാൻ പറ്റും, അതുപോലെ തന്നെ ജോയിൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ്, നാഷണൽ പ്രൊജക്ട്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഇതൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ മീറ്റിലോട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ QR ടീം ശക്തമാക്കാൻ നടപടികളുമായി ദേശീയ QRT സെക്രട്ടറി അലക്സ് P. സുനിൽ. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ജീവനാഡിയായ ക്യുക്ക് റെസ്പോൺസ് ടീമിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്യം മുഴുവൻ 180057293991 എന്ന ഒരു ഒറ്റ നമ്പറിലൂടെ ഒരുമിപ്പിച്ചു നിർത്തുവാനും മലയാളിക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഒറ്റ നമ്പറിലൂടെ സഹായം അഭ്യർത്ഥിച്ച് ഇന്ത്യയുടെ ഏത് ഭാഗത്തും സഹായം എത്തിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജില്ലകളിലും അഭ്യുദയകാംക്ഷികളായ പ്രവർത്തന നിരതരായ സാമൂഹ്യ പ്രവർത്തകരെ കണ്ടെത്തി നമ്മുടെ അസോസിയേഷനിൽ ചേർക്കുകയും നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുക. ആനുകാലിക സംഭവങ്ങൾ നമുക്കറിയാം. ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഒരൊറ്റ ഫോൺ കോളിൽ പ്രോട്ടോകോളിന്റെ അതിർവരമ്പുകളില്ലാതെ, ചുവപ്പ് നാടയുടെ കെട്ടുകളില്ലാതെ ഒരു പ്രവർത്തകന് ഓടിയിറങ്ങി പ്രവർത്തിക്കുവാൻ പറ്റുന്ന ഒരു മേഖലയാണ് ക്യുക്ക് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. ഇതോടെ എയിമ ന്യൂസ് പ്രതിവാര ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.